ഹലോ, എന്തൊക്കെയുണ്ടപ്പാ? ഇപ്പം നമുക്കിന്നൊരു എൻവലപ്പ് ഉണ്ടാക്കാമല്ലേ? ഈ കോഴിനെ കൊണ്ട് ഭയങ്കര മേടാണെന്ന്. നമ്മുടെ സാധാരണ ബോണ്ട് പേപ്പർ അങ്ങനെ എടുക്കാം. എന്നിട്ട് ബോണ്ട് പേപ്പർ എടുത്തിട്ടേ ഇതുപോലെ സ്ക്വയർ ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ സെൻറ്ററിനകത്ത് വന്ന രീതിയിൽ രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. കണ്ട ഇതുപോലെ മടക്കിയിട്ടേ താഴത്തുനിന്ന് ഇതുപോലെ കുറച്ച് ഭാഗം മുകളിലോട്ട് കയറ്റിയിട്ടൊന്ന് മടക്കി കൊടുക്കാം. മടക്കി കഴിയുമ്പോഴേ മുകളിൽ ഇത്തിരി ഇങ്ങനെ നിൽക്കുന്ന ഭാഗമില്ലേ, അത് ഉള്ളിലോട്ടും കൂടി ഒന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ താഴത്തെ ഭാഗം സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ തന്നെ മുകളിൽ നിന്നും ഇത്തിരി താഴത്തോട്ട് കയറ്റി മടക്കാം. ഈ കാണിച്ചേക്കണ പോലെ തന്നെ കുറച്ച് കയറ്റിയായിട്ട് ഇങ്ങനെ മടക്കി കൊടുത്താൽ നമ്മുടെ എൻവലപ്പ് റെഡിയായി. സിമ്പിളല്ല ഉണ്ടാക്കാൻ വേണ്ടി. അപ്പം പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? മടക്കൊക്കെ നല്ലോണം മടക്കി കഴിയുമ്പോഴില്ലേ അതൊന്ന് നിവർത്തി കൊടുക്കാം. എന്നിട്ട് നമ്മുടെ വീട്ടിലെ കാപ്പിപ്പൊടിയില്ലേ, കാപ്പിപ്പൊടി വെള്ളത്തിനകത്തോട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ എല്ലായിടത്തും ഒന്ന് അടിച്ചു കൊടുക്കാം. നമുക്ക് വിൻറ്റേജ് തീം ഉണ്ടാക്കണ്ടേ, അതിന് വേണ്ടിയാണ് ഇത്. എന്നിട്ട് അടിച്ചു കഴിയുമ്പോഴേ അടുക്കളയിൽ ചൂടുള്ള ഏതെങ്കിലും പാത്രത്തിനകത്ത് കൊണ്ട് അങ്ങോട്ട് വെക്കാം. 10 മിനിറ്റ് മതി. വേണ്ട, ഒരു 6 മിനിറ്റ് മതി. അപ്പം തന്നെ അങ്ങനെ ഉണങ്ങി കിട്ടിക്കോളും. ഇത് കണ്ട ഉണങ്ങി കഴിയുമ്പോഴില്ലേ ഇതുപോലെ ഒന്ന് തടവി കൊടുത്താലേ ആ പൊടി സാധനങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ അങ്ങോട്ട് പോയിക്കോളും. എന്നിട്ട് പിന്നെയും ഇതുപോലെ ആ മടക്കൊക്കെ ഒരു പ്രാവശ്യം കൂടി ഒന്ന് മടക്കാം. അതൊക്കെ ഒന്ന് പശ വെച്ചിട്ട് ഒട്ടിക്കാം. അത്രേ ഉള്ളൂ. പിന്നെ ഈ കാണണ ബ്രൗൺ കളറിലെ പാടില്ലേ, അത് ഞാൻ ചെയ്തതെന്നല്ല കേട്ടോ, ആ ചൂടുള്ള പാത്രത്തിൻ്റെ മൂടിയുടെ പാടാ. എന്തായാലും കുഴപ്പമില്ല, അതൊരു ഡിസൈനായില്ലേ. പശ വെച്ച് ഒട്ടിക്കുമ്പോഴേ ഈ രണ്ട് സൈഡിലും പിന്നെ അതുപോലെ തന്നെ നമ്മൾ മുകളിൽ നിന്ന് മടക്കിയില്ലേ അത് മാത്രം ഒട്ടിച്ചാൽ മതി കേട്ടോ. കണ്ട ഒട്ടിച്ച് കഴിയുമ്പോൾ അതായത് ഇങ്ങനെ ഇരിക്കും. പിന്നെ കുറച്ച് അലങ്കോല പരിപാടിക്ക് വേണ്ടി ന്യൂസ് പേപ്പർ ഇതുപോലെ കൈയും കൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് കീറെടുക്കാം. എന്നിട്ട് അതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. വേണമെങ്കിൽ മതി, അല്ലെങ്കിൽ വിൻറ്റേജ് തീമിലുള്ള കുട്ടി കുട്ടി സ്റ്റിക്കേഴ്സ് ഇല്ലേ, അതായാലും മതി കേട്ടോ. ഇത് ഇച്ചിരിയും കൂടി ഭംഗിയുണ്ടാവും തോന്നണല്ലേ. എന്തായാലും നമ്മൾ ന്യൂസ് പേപ്പർ ഇങ്ങനെ ഒട്ടിച്ചിട്ട് ഇതുപോലെ ബാക്കിയുള്ള പീസൊക്കെ അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാനുണ്ട്. പിന്നെ നമ്മളെ ഈ ഇപ്പുറത്തെ സൈഡിലും ഇതുപോലെ തന്നെ കുറച്ച് ന്യൂസ് പേപ്പറും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കണ്ട ഇതിങ്ങനെ ഒട്ടിക്കുക, ബാക്കിയുള്ള പീസൊക്കെ അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാം. അപ്പം നമ്മുടെ വിൻറ്റേജ് തീമിലുള്ള എൻവലപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എങ്ങനെയുണ്ട് ഇത് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമായെന്നുള്ളത് അടിയിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം പിന്നെ നമുക്ക് അടുത്ത തീമിലുള്ള എൻവലപ്പ് ഉണ്ടാക്കാം അല്ലേ. അതിന് വേണ്ടി A4 സൈസ് പേപ്പർ അങ്ങനെ എടുക്കാം. ഇതുപോലെ തന്നെ സ്ക്വയർ ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത് മാറ്റിയിട്ടേ അതിൻ്റെ ഒരു ഭാഗത്തെ നമുക്ക് കുറച്ച് പെയിൻറ്റ് അടിക്കണം. പെയിൻറ്റ് അടിക്കണ്ട, കുറച്ച് ഡിസൈൻസ് വരക്കണം. എന്താണെന്നറിയോ, കുറച്ച് ലവ് ചിഹ്നവും ഹാർട്ട് ഷേപ്പും പിന്നെ അതുപോലെ തന്നെ കുറച്ച് റിബണും അങ്ങനത്തെ കുറച്ച് കുട്ടി ഡിസൈൻസ് ഈ പേപ്പറിനകത്ത് ഒരു സൈഡിൽ മൊത്തത്തിൽ അങ്ങോട്ട് ചെയ്ത് കൊടുക്കാം. വലിയ പണിയൊന്നുമില്ല കേട്ടോ, ഒരു ഇച്ചിരി ക്ഷമ മാത്രം മതി. കണ്ട ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ആ എൻവലപ്പിൻ്റെ സ്റ്റെപ്സ് തന്നെ സിമ്പിളല്ലേ. അങ്ങാടും ഇങ്ങാടും മടക്കാം, അങ്ങോട്ട് കയറ്റി ഒന്ന് മടക്കാം, അകത്തോട്ട് മടക്കാം, മുകളിൽ നിന്ന് താഴത്തോട്ട് മടക്കാം. മടക്കി കഴിയുമ്പോഴേക്കും നമ്മുടെ എൻവലപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അപ്പം ഈ കാണിച്ചേക്കണ ഒന്നാമത്തെ കാർഡ് നമ്മൾ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കണ്ടു നോക്കിയിട്ടാ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കണമെന്ന് അങ്ങോട്ട് ചെയ്തേക്ക്. അതുപോലെ തന്നെ ഒരു ലൈക്കും നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കാൻ വേണ്ടി ഒരു കമൻറ്റും കൂടി. അപ്പോൾ താങ്ക്